അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറെ പേര് കമന്റിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഏട്ടാ സേഫ് അല്ലേ, മഴ ഒന്നും ഇഷ്യൂ ഇല്ലല്ലോ എന്ന്. അപ്പൊ ഭയങ്കര സന്തോഷം കേട്ടോ, നിങ്ങളും സേഫാന്ന് വിചാരിക്കണോ, ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ സാധാരണ പോലെ ഫീൽഡിലേക്ക് തന്നെ പോണത്. അപ്പൊ നല്ല മഴ കിട്ടിയപ്പോ കുറച്ചു നേരം അവിടെ കയറി നിന്ന്. ഇത് നമ്മുടെ തിരുമറ്റക്കോടുള്ള പാടാട്ടോ, അടിപൊളിയാട്ടോ. ഇവിടെ നല്ല മഴക്കാറുണ്ട്, പിന്നെ നല്ല മഴയും പെയ്യുമ്പോൾ അടിപൊളി ഇതിൽ കൂടെ പോവാന്. ഞാനും സൂര്യ ഇടയ്ക്കിടയ്ക്ക് ഈ വഴി പോകാറുണ്ട്. പിന്നെ സൂര്യക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടട്ടോ. ഞങ്ങൾ രണ്ടാളും ഒരേ വൈബുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഇങ്ങോട്ട് വരാറിട്ടോ. പിന്നെ വിസിറ്റ് എല്ലാം കഴിഞ്ഞപ്പോ സൂര്യ ഡ്രൈ ക്ലീനിങ്ങിന് ബെഡ്ഷീറ്റ് തന്നിട്ടുണ്ടായിരുന്നേ, അതവിടെ കൊടുത്തുട്ടോ. പട്ടാമ്പിന്റെ കമാനത്തിന്റെ അടിയിലായിട്ടത് വരുന്നത്. അപ്പൊ ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു, ആ വീഡിയോ ഒന്ന് എടുത്താണ്. ഞാൻ പിന്നെ നേരെ വീട്ടിലേക്ക് എത്തിയിട്ട് അപ്പൊ സൂര്യക്ക് വന്ന ടീഷർട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ കിച്ചണിൽ പോയപ്പോ സൂര്യ ഹെൽമെറ്റ് ഇട്ട് ക്രിക്കറ്റ് കളിക്കാൻ നിൽക്കുന്നുണ്ട് വിചാരിച്ചത്. പക്ഷെ ആള് മീൻ വറക്കാണ്, ആള് മത്തി വറക്കാണ്. അപ്പൊ അത് മെരിഞ്ഞിലിട്ടുണ്ട്, അത് പൊട്ടിത്തെറിക്കിച്ചിട്ട് ഹെൽമെറ്റ് ഇട്ടാന്ന് പറയണത് കേട്ടോ. ഈ 3 ടീഷർട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താണ്. അടിപൊളി കേട്ടോ, 255 രൂപ. പിന്നെ മത്തി വറുത്തതും മെരിഞ്ഞിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മെരിഞ്ഞിൽ ഇഷ്ടമുള്ളവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ ചോറിന് ഉപ്പേരി അച്ചാറൊക്കെ ഉണ്ടായിരുന്നേ. ഞങ്ങൾ മീൻ എന്നും വാങ്ങാറില്ല കേട്ടോ, ഇടയ്ക്കൊക്കെ വാങ്ങാറുള്ളൂ. അച്ചാർ പിന്നെ ഒരാഴ്ച മുന്നേ വാങ്ങിയതാട്ടോ, 2-3 വാങ്ങിണ്ടായിരുന്നു. അത് പിന്നെ സൂര്യൻ തേജൊന്നും എടുക്കാറില്ലേ, അതുകൊണ്ടിട്ട് ബാക്കി വന്നിരിക്കണേ. ഈ അച്ചാറിലത്തെ മാങ്ങ നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്റെ വായിൽ വെള്ളം വരുന്നുണ്ടാ. നിങ്ങളുടെ വായിലും വെള്ളം വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അങ്ങനെ എന്റെ ഫുഡ് അടിയും കഴിഞ്ഞാൽ തേജുവിന്റെ ബസ്സും വരുന്ന കാത്തിക്കാണ്. സാധാരണ സൂര്യട്ട കൊണ്ടുവരാൻ പോവാറ്, ഇന്ന് ഞാനാണ് വെയിറ്റ് ചെയ്യണത്. അങ്ങനെ തേജുവിന്റെ ബസ് വന്നു കേട്ടോ. ഇന്ന് ഞാനാണല്ലോ നിൽക്കുന്നത്. അപ്പൊ അവന്റെ മുഖത്ത് പ്രത്യേകതരം ചിരിയുണ്ട്. പിന്നെ പിള്ളേരോടൊക്കെ ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. തേജു പിന്നെ ഓടിയിട്ട് വേഗം അമ്മയുടെ അടുത്തേക്ക് പോകുന്നേ. ഞാൻ പിന്നെ സൂര്യോട് പിള്ളേരെ കഷ്ടപ്പാട് പറയട്ടോ. ബാഗാണെങ്കിൽ നല്ല കനം, അതുപോലെ തന്നെ ലഞ്ച് ബോക്സ്. സൂര്യ തേജുവിന് ബ്രെഡ് പൊരിച്ചിട്ടുണ്ടായിരുന്നേ, അപ്പൊ എനിക്ക് തന്നെ. സൂര്യ പിന്നെ ഈവനിങ്ങത്തെ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. തേജുവും മിച്ചും നിവേദൊക്കെ അവിടെ സൈക്കിൾ ഓടിച്ച് കളിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അച്ഛൻ വന്നിട്ടോ. അച്ഛൻ കറവത്തൂർ പോയതാണ്, അപ്പൊ ഒന്ന് വന്ന് കയറിയതാന്ന് പറഞ്ഞു. അച്ഛൻ വന്നപ്പോഴേക്കും നല്ല മഴ പെയ്തിട്ടോ. അപ്പൊ തേജു അതിന്റെ പിന്നാലെ ഓടി വന്നിട്ടുണ്ട്. പിന്നെ അച്ഛനും തേജും പാടെ സ്കൂളത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് സംസാരിക്കുന്നു. തേജുവിനാണെങ്കിൽ ഫസ്റ്റ് ഒരാളെ കാണുമ്പോൾ ഭയങ്കര നാണാട്ടോ, പിന്നെ ആളെ സെറ്റ് ആവുക. പിന്നെ തേജുവിനാണെങ്കിൽ നല്ല വിഷമമുണ്ട് കേട്ടോ, പുറത്ത് നല്ല മഴ പെയ്തല്ലേ, പിള്ളേരൊപ്പം കളിക്കാൻ പറ്റിയില്ലല്ലോ. കുറച്ചേരം കളിക്കാൻ പോവാറുള്ളൂ, ആ ടൈമിൽ മഴയും പെയ്തല്ലോ. പിന്നെ കുറച്ചു നേരം അച്ഛനും ഞങ്ങളൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ടോ. മഴ മാറിയപ്പോ അച്ഛൻ പോയി. പിന്നെ തേജുവിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടോ അവിടെ. അപ്പൊ സൂര്യ അതിന്റെ ഒപ്പം ക്ലീൻ ചെയ്യണ്ടായിരുന്നേ. ആരെങ്കിലും ക്ലീൻ ചെയ്യണ്ടെങ്കിൽ അതിന്റെ ഒപ്പം പോയിട്ട് ക്ലീൻ ചെയ്യാൻ എടുക്കണാട്ടോ ഞങ്ങളുടെ തേജു. എന്തായാലും ക്ലീനിങ്ങിന്റെ കാര്യത്തിൽ സൂര്യയുടെ ക്യാരക്ടർ ആട്ടോ തേജുവിനും കിട്ടിയിരിക്കുന്നത്. രണ്ടാളും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടാളും കുളിക്കാൻ പോയിട്ടുണ്ട്. സന്ധ്യ ഇപ്പൊ സൂര്യ വിളക്കൊളുത്തി കാണിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിന്റെ ഐശ്വര്യം വിളക്കുവാണല്ലോ പെണ്ണുങ്ങള്, അതാണല്ലോ നമ്മുടെ കാരണന്മാര് പറയാറ്. ഇവിടുത്തെ ഐശ്വര്യം വിളക്കൊക്കെ നമ്മുടെ സൂര്യയാണ്. പിന്നെ അതിനിടയ്ക്ക് സൂര്യ സാമ്പ്രാണിയും കത്തിച്ചിട്ടുണ്ട്. സൂര്യ ഓൺലൈനിൽ നിന്ന് ഒരു ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് അടിപൊളിയാട്ടോ. അമ്മൂലക്കിൽ വെച്ചപ്പോ രാത്രിയിൽ റൂം കാണപ്പോ നല്ല ഭംഗിയാണ്. അപ്പൊ ഇന്നത്തെ കുഞ്ഞുകൂടി എത്ര ഉള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാട്ടോ. ബൈ.